വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാരോട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഷഫിൾ ചെയ്ത് നമ്മളൊരു 3 കാർഡ് എടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ച് 3 കാർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കാർഡ് റിവീൽ ചെയ്ത് നോക്കാം. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് കപ്സ് വന്നിരിക്കുക. നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് എല്ലാം നല്ല കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, കുടുംബപരമായിട്ട് പോകണം. എന്നാൽ ഒരു ചെറിയ ഒരു ഇമ്മച്വർ എനർജി പോലുണ്ട്. കാരണം ഒരു പക്വതയില്ലായ്മ പോലുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്കൊരു പക്വതയില്ലാത്തതുപോലൊക്കെയാണ് കാണിക്കുന്നത് ഈ കാർഡ്സിൽ. എല്ലാത്തിനും ഒരു പുതിയതായിട്ട് ചെയ്യണം, എന്തെങ്കിലും പുതിയതായിട്ട് ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒക്കെ ഒരു നല്ല ക്ലാരിറ്റി കൊണ്ടുവരണം, സ്റ്റെബിലിറ്റി കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടേത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ എല്ലാം ഒത്തൊരുമയോടെ കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും അതിനൊരു ആരുടെയെങ്കിലും ഒരു സഹായത്തോടെ ഒരു അഡ്വൈസ് എടുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ സോൾവ് ചെയ്യാനും പുതിയത് പഠിക്കാനും, അല്ലെങ്കിൽ നിങ്ങൾ ചേർന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാനും അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിങ്സ് വരുമ്പോൾ എല്ലാം നല്ല കുടുംബപരമായിട്ട് യോജിപ്പോടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർക്ക് ആഗ്രഹം. നിങ്ങളുടെ പേഴ്സണ് വീട്ടിലെ പ്രായമായവരോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളോ ഒക്കെ ചേർന്നൊരു കൂട്ടുകുടുംബം പോലെയോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഡ്വൈസ് എന്തെങ്കിലും കാര്യത്തിനൊക്കെ എടുക്കുകയോ ഒക്കെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം. നിങ്ങളോടും സ്നേഹമൊക്കെ ഉണ്ട്. രണ്ടുപേർക്കും പരസ്പരം സ്നേഹമുണ്ട്, സ്നേഹക്കുറവൊന്നുമില്ല. നിങ്ങൾ എന്താണ് റിലേഷൻഷിപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടായാലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ഇമോഷണലി ബാലൻസോടെ എല്ലാം കൊണ്ടുപോകാനാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന കാർഡ് വന്നിരിക്കുന്നത്. ചുറ്റിനും എന്തൊക്കെ പ്രശ്നമാണെങ്കിലും അതിനെയെല്ലാം നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും അതിനെയെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അവിടെ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു സമയമുണ്ടാകുകയും എല്ലാ കാര്യത്തിനും വളരെ ഉത്തരവാദിത്തോടെ ചെയ്യാനുള്ള ഒരു കരുത്തും നിങ്ങൾക്കുണ്ടാകുകയും അത് എല്ലാത്തിനെയും മുന്നോട്ട് നല്ലതുപോലെ കൊണ്ടുപോകാനും സാധിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് വളരെ നല്ലൊരു റീഡിംഗ് ആണ്. ഇത് റെസനേറ്റ് ആകുന്നവർ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. സ്റ്റേ ബ്ലെസ്ഡ്.